ഹിസ്കിയാവെന്ന് പറയുന്ന മനുഷ്യൻ മരിക്കത്തക്ക നിലയിലുള്ള രോഗം പിടിപെട്ട് കിടക്കുമ്പോൾ യെശയ്യാവെന്ന പ്രവാചകനെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ ഭവനത്തിലേക്ക് അയക്കുന്നു. അയച്ചിട്ട് ഹിസ്കിയാവെന്ന് പറയുന്ന ഈ പ്രഭുവായിരിക്കുന്ന ശക്തനായ മനുഷ്യനോട് യെശയ്യാവെന്ന പ്രവാചകൻ പറഞ്ഞത് ഇത്രയുമാണ്: നിന്റെ ഗൃഹകാര്യം നീ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ലെന്ന് അരുളി ചെയ്തു. നിന്റെ ഭവനത്തെ നീ ക്രമത്തിലാക്കുക, സകലത്തെയും നീ ക്രമീകരിക്കുക, എല്ലാം നീ ഒരു ഓർഡറിൽ കൊണ്ടുവരിക. നീ മരിക്കാൻ പോവുകയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. താൻ കേട്ട ദൂത് സന്തോഷകരമായ ദൂതല്ല, താൻ കേട്ട ആലോചന സന്തോഷകരമായ ആലോചനയല്ല. തൻ്റെ പ്രാണന് ചൂടുപിടിപ്പിക്കുന്ന, തന്നെ കുറേ കൂടെ ഡൗൺ ആക്കുന്ന, മനസ്സിന് വളരെ പ്രയാസമുണ്ടാക്കത്തക്ക നിലയിലുള്ള ഒരു ദൂതാണ് ഹിസ്കിയാവ് കേൾക്കുന്നത്. ഇത് വന്ന് പറഞ്ഞ പ്രവാചകൻ പേടിപ്പിക്കുന്ന പ്രവാചകൻ എന്ന് പറയരുത്, അല്ലെങ്കിൽ എല്ലാവരും നടന്ന് എല്ലാവരെയും പേടിപ്പിക്കാൻ നടക്കുന്ന പ്രവാചകനല്ല, നെഗറ്റീവ് പറയുന്ന പ്രവാചകനല്ല, ഫോൾസ് പ്രൊഫറ്റ് അല്ല. ഇത് ഹിസ്കിയാവ് എന്ന ആ മനുഷ്യന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ പ്രവാചകൻ സാക്ഷാൽ യെശയ്യാവാണ്. യെശയ്യാവ് എന്ന പ്രവാചകനാണ് ഈ ദൂത് വന്ന് അറിയിക്കുന്നത്. എന്നാൽ ദൈവം എടുത്ത ഒരു തീരുമാനത്തെ യെശയ്യാവ് എന്ന പ്രവാചകൻ ഹിസ്കിയാവിനോട് അറിയിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, പ്രിയപ്പെട്ടവരെ, യെശയ്യാവ് എന്ന പ്രവാചകൻ ദൂത് പറഞ്ഞ് നടുമുറ്റം വിടുന്നതിന് മുൻപ് യഹോവയുടെ അരുളപ്പാട് പുടുന്നനവേ യെശയ്യാവിനുണ്ടായിട്ട് പറയുകയാണ്: നീ മടങ്ങിച്ചെന്ന്, നീ തിരിച്ചു ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ നിന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. പ്രിയപ്പെട്ടവരെ, എനിക്കിവിടെ കാണാൻ കഴിഞ്ഞൊരു സത്യം എന്നാണെന്നറിയാമോ? നിന്റെ ജീവിതം വിടുവിക്കപ്പെടുവാൻ, നിന്റെ ജീവിതം ധന്യമാകുവാൻ, അടുത്ത തലമുറകൾ ധന്യമാകുവാൻ നിന്റെ ഭവനത്തിലെ കാര്യങ്ങളെ നീ ക്രമത്തിലാക്കുക. നീ മരണപ്പെടാൻ പോകുകയാണ്, സകലതും ക്രമീകരിച്ചു കൊള്ളുക എന്ന് യെശയ്യാവ് എന്ന പ്രവാചകൻ ഹിസ്കിയാവിനോട് പറയുമ്പോൾ ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ പദം ഞാനിവിടെ പറയട്ടെ: ആ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ മിനിറ്റുകൾക്കകത്ത് ദൈവം തൻ്റെ തീരുമാനത്തെ മാറ്റുകയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചില തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം എടുത്ത ചില തീരുമാനങ്ങളെ മാറ്റുവാനും കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ നിലവിളിക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാനും ദൈവം എടുത്ത ചില തീരുമാനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുവാനും ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഒറ്റപ്പെടുന്ന പ്രിയ ദൈവവൈതലേ, പ്രിയ സഹോദര, പ്രിയ യൗവനക്കാരാ, പ്രിയ യൗവനക്കാരി, പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം ചില ശാപങ്ങളെ അനുഗ്രഹമാക്കാൻ പോകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവ് നിവർത്തിക്കാൻ പോകുന്നു. സ്വർഗത്തിലെ ദൈവത്താൽ ചില സൗഖ്യങ്ങൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ചില സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ശരീരത്തിനകത്ത് അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ചിലരുടെ ആയുസ്സിന്റെ മേളിൽ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവരെ നോക്കി പറയുന്നു, ആമീൻ, സ്തോത്രം. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തീകരിക്കാതെ അവന്റെ കരം പിൻവലിക്കുകയില്ല. നിന്നോടും നിന്റെ തലമുറയോടും സ്വർഗം പറഞ്ഞ മുഴുവൻ വാഗ്ദത്തങ്ങളെയും ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരുന്ന് നിന്റെ കണ്ണുകൊണ്ട് കാണും. നീ ആ നന്മ അനുഭവിക്കുമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ.